ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1999. ഇന്ന് ജൂൺ മാസം 21-ാം തീയതി. 172-ാമത്തെ ദിവസത്തിലെത്തി. ഇന്ന് വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായെ കുറിച്ചാണ്. എന്തുമാത്രം പറഞ്ഞാലും മതിവരില്ല. അതുകൊണ്ട് തന്നെ ആ സുവിശേഷത്തിലേക്ക് നമുക്ക് വേഗമൊന്ന് പ്രവേശിക്കാം. സെബദിയുടെ മക്കൾ, അതിലൊരുവൻ യാക്കോബ് ശ്ലീഹായുടെ സഹോദരൻ. തുടക്കത്തില് യാക്കോബിന്റെ പേരിന് ശേഷം യോഹന്നാൻ വരുമ്പോൾ, പിന്നെ അപ്പോസ്തല പ്രവൃത്തികളിലേക്കൊക്കെ എത്തുമ്പോൾ യാക്കോബിനേക്കാൾ മുമ്പേ യോഹന്നാൻ എത്തുന്നുണ്ട്. പ്രഥമ സ്ഥാനങ്ങൾക്ക് വേണ്ടിയൊക്കെ പോരാടിയ ആളാണ്. പിന്നെ ഒരു ഗ്രാമം തന്നെ ചുട്ടരിക്കാനായിട്ട് മുന്നിട്ടിറങ്ങിയ ആളാണ്. യേശുവിന് ഇടിമക്കളിൽ ഒരുവനെന്ന് പേരിട്ട് വിളിച്ചതാണ്. യോഹന്നാൻ മാത്രം സംസാരിക്കുന്ന ഒരു രംഗമുണ്ട് കേട്ടോ സുവിശേഷത്തിൽ. വിശുദ്ധ ലൂക്കോസ് അത് 9-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഒരാൾ ഭൂതങ്ങളെ പുറത്താക്കുന്ന കണ്ടപ്പോൾ യോഹന്നാൻ അവനെ വിലക്കുകയാണ്. യേശുവിനോട് പറയുക, നാഥ, ഒരുത്തൻ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നത് കണ്ടു. ഞങ്ങളെ അവൻ അനുഗമിക്കാത്തവനാകിയാൽ അവനെ വിരോധിച്ചു. യേശുവിനോടുള്ള സ്നേഹവും ഭക്തിയും വിശ്വസ്തതയും ഒക്കെ ഇതിനകത്ത് കാണാമെങ്കിലും ഞങ്ങൾക്ക് മാത്രം എന്തെങ്കിലും ചെയ്യാനുള്ള അവകാശമുള്ളൂ എന്നൊരു നിഗളഭാവവും അസൂയ മനസ്ഥിതിയും വളരെ കുടുസായ വീക്ഷണവും ഒക്കെ ഇതിൽ നിഴലിക്കുന്നുണ്ട്. യേശു അവനെ ശാസിക്കുന്നു, വിരോധിക്കാൻ പാടില്ല. നിങ്ങൾക്ക് പ്രതികൂലമല്ലാത്തവൻ നിങ്ങൾക്ക് അനുകൂലമാണല്ലോ. അങ്ങനെയൊക്കെയാണ് യോഹന്നാനെ എന്ന് തിരുത്തുന്നത്. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തില് സ്വന്തം പേര് അതേ ഒരിടത്ത് ഉപയോഗിച്ചിട്ടില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന് മാത്രം പറഞ്ഞു പോവുകയാണ്. അല്ലെങ്കിൽ മറ്റേ ശിഷ്യൻ എന്നൊക്കെയാണ് സ്വയം വിശേഷിപ്പിക്കുക. എപ്പോഴും വെളിപ്പെട്ടിട്ടുണ്ട് കേട്ടോ. സ്വന്തം പേരിന് പോലും വലിയ പ്രസക്തിയൊന്നുമില്ല. പ്രശസ്തിക്ക് വേണ്ടി നമ്മളിങ്ങനെ അവനവന്റെ പേര് ഉപയോഗിക്കുകയല്ല, ദുരുപയോഗം ചെയ്യുന്ന കാലത്ത് സ്വന്തം പേര് സ്വയമേ ഒന്ന് മൂടിവെച്ച മറച്ചു വെച്ച ആളാണ്. വിശ്വാസം സ്നേഹവും ഒക്കെ എന്തുമാത്രം ഉണ്ടായിരുന്നു. യേശു എന്തുമാത്രം സ്നേഹിച്ച ആളാണ്. ഏറ്റവും ഹൃദ്യമായ രംഗം ക്രൂശിലിന്റെ അരികിൽ തന്നെയാണ്. അവിടെയും യോഹന്നാൻ ശ്ലീഹ ഉണ്ടായിരുന്നു. ബാക്കി എല്ലാവരും വിട്ടിട്ടോടിയത് അവരുടെ പരാജയമാണെന്നൊന്നും പറയുന്നില്ല. സാഹചര്യത്തിലാണല്ലോ ഓരോ മനുഷ്യനും ഓരോന്നും ചെയ്തു പോകുന്നത്. ക്രിസ്തുയേശു ആവട്ടെ വിധിക്കുന്നതും വിസ്തരിക്കുന്നതും ശിക്ഷിക്കുന്നതും ഒക്കെ എന്തുമാത്രം കരുണയോടും അലിവോടും കൂടിയാണ്. കുരിശിന്റെ ചോട്ടിലുണ്ടായിരുന്നു യോഹന്നാൻ ശ്ലീഹ. അവിടെ വെച്ചാണ് ഭൂമിക്ക് മുഴുവൻ അമ്മയെ കിട്ടുന്നത്. അമ്മയെ വിശ്വസ്തയോടെ ഭരമേൽപ്പിച്ചതും യോഹന്നാൻ ശ്ലീഹായാണ്. അങ്ങനെ അമ്മയോടൊത്ത് അന്നു മുതൽ അയാള് തന്റെ ഭവനത്തില് ആ സ്ത്രീയെ കൂട്ടിയെന്ന് പറയാം, അമ്മയെ. പിന്നെ മണിക്കൂറുകൾ കഴിയുമ്പോൾ ഇങ്ങനെ ഉയർപ്പിന്റെ പുലരിയില് ആ കല്ലറയിലേക്ക്, കർത്താവിനെ അടക്കം ചെയ്ത കല്ലറയിലേക്ക് പത്രോസും യോഹന്നാനും കൂടെ ഓടുന്നുണ്ട്. സുറിയാനി സഭയുടെ കെംദാ നമസ്കാരത്തില് സന്ധ്യയ്ക്കും പ്രഭാതത്തിലുമൊക്കെ അവരുടെ ഓട്ടത്തെ കുറിച്ച് ഗീതം പോലുമുണ്ട്. അവിടെ എന്താ സംഭവിക്കുക? അവിടെ ആദ്യം ഓടിയെത്തുന്നത് സ്വാഭാവികമായിട്ട് യോഹന്നാൻ ശ്ലീഹായാണ്. കാരണം ഒരു വയസ്സിന് ഒരു ചെറുപ്പക്കാരനും കൂടി ഒരു ചെറിയ ഓട്ട മത്സരം നടത്തിയാൽ ചെറുപ്പക്കാരനല്ലേ ജയിക്കുക. അങ്ങനെ ആദ്യം കബറിന്റെ വാതിക്കലെത്തിയ യോഹന്നാൻ ശ്ലീഹ എന്ത് ചെയ്തു? അകത്ത് കയറിയില്ലെന്നാ പറയുക. പത്രോസ് വരാൻ കാത്തു നിന്നു. ഓർത്തു നോക്കിക്കുക, ഈ മനുഷ്യൻ നേരത്തെ എങ്ങനെയായിരുന്നു? ഈ മനുഷ്യൻ നേരത്തെ ഇങ്ങനെ ഒരു ഗ്രാമം മുഴുവൻ ചുട്ടരിക്കാനായിട്ട് വീറും വാശിയും കാണിച്ച ആളാണ്. മാത്രമല്ല, നിന്റെ ഇടതും വലതും എന്നെയും എന്റെ സഹോദരനെയും ഉറപ്പായിരുത്തണേന്ന് ആവശ്യപ്പെട്ട ആളാണ്. പിന്നെ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നവൻ ഞങ്ങളോട് ഒപ്പം ഇല്ലാത്തവനായതുകൊണ്ട് അവനെ ഞങ്ങൾ വിലക്കിയതാണ്. അങ്ങനെയൊക്കെ തീവ്രവാദിയായിരുന്നു ഈ മനുഷ്യന്. അമ്മയായ മറിയത്തോടൊപ്പമുള്ള മണിക്കൂറുകൾ മാത്രമുള്ള സഹവാസം കൊണ്ട് എന്തുമാത്രം രൂപാന്തരം പ്രാപിച്ചു. സ്നേഹമാണ് സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്ന് വാഴ്ത്തപ്പെടാൻ പാകത്തിന് പിന്നീട് സ്നേഹത്തെക്കുറിച്ച്, ദൈവസ്നേഹത്തെക്കുറിച്ച് എന്തുമാത്രം തീവ്രമായിട്ട് മനുഷ്യൻ എഴുതിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ യോഹന്നാൻ ശ്ലീഹായെ ഓർക്കുന്ന ഈ വലിയ ദിവസം. പരിശുദ്ധ അമ്മ മറിയത്തിന്റെ മധ്യസ്ഥതയിലേക്ക് നമുക്ക് എത്താം. പരിശുദ്ധ മാതാവേ, ആ ഒരു സ്നേഹത്തിലേക്ക്, നിർമ്മലതയിലേക്ക്, വിശുദ്ധിയിലേക്ക് ഞങ്ങളെ മടക്കിക്കൊണ്ടുവരണമേ. ഞങ്ങളുടെ പഴയ ജീവിതം എന്തുമാത്രം മോശപ്പെട്ടതാണ്. ഏതെല്ലാം വിധത്തിൽ എങ്ങനെയൊക്കെ ഇടറിപ്പോയിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്ന് എങ്ങനെ യോഹന്നാൻ ശ്ലീഹായെ രൂപാന്തരപ്പെടുത്തിയോ അപ്രകാരം ഞങ്ങളെയും രൂപാന്തരപ്പെടുത്തണമേ. അവിടുത്തെ പുത്രന്റെ ആ നിറഞ്ഞ സ്നേഹത്താൽ, കരുണയിൽ
കരുതലിൽ ഞങ്ങളെ നിറയ്ക്കണമേ, ഞങ്ങളെ വഴി നടത്തണമേ. പ്രാർത്ഥനയോടുകൂടി ആമേൻ.